ഹായ് ഹലോ വെൽക്കം ടു വൺസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MET 303 തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. അപ്പോൾ തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് മെക്കാനിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴേക്കും ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്, അങ്ങനെയല്ല. എന്നാലും നമ്മൾ ഓൾറെഡി തെർമോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് കാര്യങ്ങൾ വേണം. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗ് നോക്കാൻ നേരത്തെ ഒരുപാട് ഫോർമുലാസ് വരുന്നുണ്ട്, ഡെറിവേഷൻസ് വരുന്നുണ്ട്, തിയറി കൺസെപ്റ്റ്സ് ഒരുപാട് വരുന്നുണ്ട്. എന്നാലും ഇന്ന് എഫക്റ്റീവ് പ്ലാനിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോ സിലബസ് വൈസ് അല്ലെ ഓരോ മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള സിലബസ് അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റാർട്ടിങ് വിത്ത് മോഡ്യൂൾ 1. മോഡ്യൂൾ 1 എന്ന് പറയുന്നത് സ്റ്റീം എഞ്ചിനീയറിംഗ് ആണ്. റാങ്കൈൻ സൈക്കിൾ, മോഡിഫൈഡ് റാങ്കൈൻ സൈക്കിൾ, റിലേറ്റീവ് എഫിഷ്യൻസി വരുന്നുണ്ട്. അതേപോലെ റീഹീറ്റ്, റീജനറേഷൻ, ബൈനറി വേപ്പർ സൈക്കിൾ വരുന്നുണ്ട്. സ്റ്റീം ബോയിലേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് സ്റ്റീം ബോയിലേഴ്സ് വരുന്നുണ്ട്. അതിൽ പല ടൈപ്പ് ഓഫ് ബോയിലേഴ്സ് വരുന്നുണ്ട്. കൊഹാരൻ, ബെബ്കോക്ക് ആൻഡ് വിൽകോക്സ്, ബെൻസൺ, ലാമൗണ്ട് ബോയിലർ, അതേപോലെ വെലോക്സ്, ലോഫേഴ്സ് ബോയിലേഴ്സ് എന്ന് പറഞ്ഞിട്ട് പല ടൈപ്പ് ബോയിലേഴ്സിൻ്റെ ആക്സസറീസ്, മൗണ്ടിങ്സ്. പിന്നെ വരുന്ന സ്റ്റീം നോസിൽ, പല ടൈപ്പ് നോസിൽ, വെലോസിറ്റി ഓഫ് സ്റ്റീം, മാസ് ഫ്ലോ റേറ്റ്, ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ, സിഗ്നിഫിക്കൻസ്, എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ, സൂപ്പർ സാച്ചുറേറ്റഡ് ഫ്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ 1 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ്, ഇതിൽ നിന്ന് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് വരുന്നത് റാങ്കൈൻ സൈക്കിൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ്. റാങ്കൈൻ സൈക്കിൾ അതിൽ നിന്ന് തിയറി ക്വസ്റ്റ്യനും ചോദിക്കും, പ്രോബ്ലമാറ്റിക്കും ഉണ്ട്. തിയറി എന്ന് പറയുമ്പോഴേക്കും റീഹീറ്റും റീജനറേഷൻ തമ്മിലുള്ള വ്യത്യാസമില്ല, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, അങ്ങനത്തെ ഒരു തിയറി ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ മേ ബി TS ഡയഗ്രാം, അതേപോലെ PH ഡയഗ്രാം ഡ്രോ ചെയ്യുക റാങ്കൈൻ സൈക്കിളിൻ്റെ. ഇനി പ്രോബ്ലം വരാൻ നേരത്ത് നിങ്ങൾക്ക് അറിയാം അല്ലേ, എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്ത് പോകാം. ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മളിപ്പോൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ പോയിന്റ് കണക്ട് ചെയ്ത് പോകാൻ നേരത്ത് ഒരു 2ൻ്റെ വാല്യൂ തെറ്റിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ 3ഉം 4 ഒക്കെ തെറ്റിപ്പോകും. അപ്പോൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് പോകാം. മാർക്ക് വരുന്നതും ആ രീതിയിലാണ്. 1ഉം 2ഉം ഫസ്റ്റ് പോയിന്റിൽ H1 S1 വട്ടോർ മേ ബി ഇത് വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചു, സെക്കൻഡ് പോയിന്റിൽ കണ്ടുപിടിച്ചു. അപ്പോൾ ഫസ്റ്റ് 1 ഒരു 1 മാർക്ക് ഉണ്ടാവും, സെക്കൻഡ് 1 മാർക്ക് ഉണ്ടാവും. അങ്ങനെ കണക്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യുക. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു തിയറിയിലെ പ്രോബ്ലം ക്വസ്റ്റ്യൻ നമുക്ക് എന്താ ഷോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ, സ്റ്റീം ബോയിലേഴ്സിൽ പല ടൈപ്പ് സ്റ്റീം ബോയിലേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സ്റ്റീം ബോയിലേഴ്സ് ചോദിക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ എന്താ വരാൻ ചാൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ അപ്പോൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഡയഗ്രാംസ് വരക്കാനായിട്ട് വിട്ടുപോയത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡയഗ്രാംസ് കാര്യങ്ങൾ റെപ്രസെൻറ്റേഷൻ അറിയാം. പിന്നെ പല ടൈപ്പ് നോസിൽസ് അല്ലേ, കൺവേർജിങ്, ഡൈവേർജിങ് നോസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് നോസിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അതും കണക്ട് ചെയ്തിട്ടുള്ള 1-2 ചെറിയ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് മോഡ്യൂൾ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് നമ്മളൊരു മോഡ്യൂൾ ടോപ്പിക് ഇറങ്ങി ഇതിലെല്ലാം പറഞ്ഞു എന്നുള്ളതല്ല, ഞാനതിൽ എടുത്ത് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട് അല്ലേ. റാങ്കൈൻ സൈക്കിൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. റീഹീറ്റ്, റീജനറേഷൻ അത് ഇന്ന് തിയറി ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റദർ ദാൻ നിങ്ങൾ ഇതെല്ലാം പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് എന്താ കുറച്ചും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്യുക, അതിലെ പ്രോബ്ലംസ് കുറച്ചും കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ക്ലിയർ? ഇനി മോഡ്യൂൾ 2ൻ്റെ കേസിൽ സ്റ്റീം ടർബൈൻസ് ആണ് വരുന്നത്. അതിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ, കോമ്പൗണ്ടിങ് ഓഫ് ടർബൈൻ വരുന്നുണ്ട്, പ്രഷർ, വെലോസിറ്റി വേരിയേഷൻസ്, വെലോസിറ്റി ഡയഗ്രാം, വർക്ക് ഡൺ, എഫിഷ്യൻസി, അതേപോലെ തന്നെ കണ്ടീഷൻ ഓഫ് മാക്സിമം എഫിഷ്യൻസി, മൾട്ടി സ്റ്റേറ്റ് ടർബൈൻസ് വരുന്നുണ്ട്. പിന്നെ സ്റ്റീം ടർബൈൻ പെർഫോമൻസ്, റീഹീറ്റ്, ഡിഗ്രി ഓഫ് റീജനറേഷൻ വരുന്നുണ്ട്, റീഹീറ്റിംഗ് ആൻഡ് റീജനറേറ്റീവ് ഹീറ്റിംഗ് വരുന്നുണ്ട്, ഗവേണിംഗ് ഓഫ് ടർബൈൻസ് വരുന്നുണ്ട്. ഇങ്ങനെ പല ടോപ്പിക്സ് നമുക്ക് എന്താ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ആ കോമ്പൗണ്ടിങ് അല്ലേ, പല ടൈപ്പ് കോമ്പൗണ്ടിങ് വരുന്നുണ്ട്. വെലോസിറ്റി കോമ്പൗണ്ടിങ്, പ്രഷർ കോമ്പൗണ്ടിങ്, വെലോസിറ്റി ആൻഡ് പ്രഷർ കോമ്പൗണ്ടിങ്. അതിൽ നിന്നൊരു തിയറി ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ വെലോസിറ്റി ഡയഗ്രാം അത് വരക്കാൻ നല്ലപോലെ അറിയണം അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ വെലോസിറ്റി ഡയഗ്രാം പ്രോപ്പറായിട്ട് വരക്കാൻ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റീം ടർബൈൻ്റെ പെർഫോമൻസ്, ഡിഗ്രി ഓഫ് റിയാക്ഷൻ, എല്ലാ ടർബൈൻസിൻ്റെ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഇല്ലേ, പെൽട്ടൺ ടർബൈൻ്റെ അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഓഫ് പെൽട്ടൺ ടർബൈൻ എന്താണെന്നുള്ളത്. പിന്നെ ഗവേണിംഗ് ഓഫ് ടർബൈൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളതാണ്. പല ടൈപ്പ് ഗവേണേഴ്സ് ഉണ്ട് അല്ലേ, അവർ ഫ്ലോനെ ബേസ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഗവേണിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിയറി ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ അതിൻ്റെ ഫിഗേഴ്സ്, ഡയഗ്രാംസും എന്താ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് നമ്മളെന്ത് മോഡ്യൂൾ 2 നോക്കുന്നത്. മോഡ്യൂൾ 3 എന്ന് പറയുന്നത് എന്താ, ആക്ച്വൽ സൈക്കിൾ ആൻഡ് അനാലിസിസ് ഓഫ് IC എഞ്ചിനാണ്. അതിൽ നമുക്ക് എന്താ ഡീവിയേഷൻ ഓഫ് ആക്ച്വൽ എഞ്ചിൻ സൈക്കിൾ ഫ്രം ഐഡിയൽ സൈക്കിൾ വരുന്നുണ്ട്, വേരിയബിൾ സ്പെസിഫിക് ഹീറ്റ് വരുന്നുണ്ട്, റോട്ടറി എഞ്ചിൻ, സ്ട്രാറ്റിഫൈഡ് ചാർജ് എഞ്ചിൻ, സൂപ്പർ ചാർജിങ്, ടർബോ ചാർജിങ്, പെർഫോമൻസ് ടെസ്റ്റിംഗ് ഓഫ് IC എഞ്ചിൻ, ഇൻഡിക്കേറ്റർ ഡയഗ്രാം, മീൻ എഫക്റ്റീവ് പ്രഷർ വരുന്നുണ്ട്, ടോർക്ക്, എഞ്ചിൻ പവർ, ബ്രേക്ക് ഹോഴ്സ് പവറും ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും,
engine efficiency, mechanical efficiency, volumetric efficiency, thermal efficiency, relative efficiency, specific fuel consumption, mode test, heat balance test, retardation test. അപ്പോൾ ഇതിൽ മെയിൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിക്കും. നല്ലൊരു മാർക്കിന് തന്നെ പ്രോബ്ലം ആയിരിക്കും. അതിൽ നമ്മളോട് എഫിഷ്യൻസി കണ്ടുപിടിക്കുക, മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടുപിടിക്കുക, ബ്രേക്ക് ഹോഴ്സ് പവർ കണ്ടുപിടിക്കുക, ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് പല രീതിയിൽ ചോദിക്കാൻ പറ്റിയൊരു സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് കിട്ടും. എല്ലാ പ്രോബ്ലംസും ഒന്നൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പക്കയായിട്ട് എന്തായാലും ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടാവും. കാരണം ഇതിൽ ഏതെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് ഒന്നില്ലേ ഇൻഡിക്കേറ്റർ പവർ ആവാം, ഇല്ലേ ബ്രേക്ക് ഹോഴ്സ് പവർ ആവാം, ഇല്ലേ എഫിഷ്യൻസി ആവാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം കൂടി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അല്ലേ. 1 2 3 4 ഇത്ര 8 നമ്പർ ഓഫ് സാധനങ്ങൾ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗീവൺ വാല്യൂസ് എന്നുള്ള. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മോർ വർക്കൗട്ട് ചെയ്യുക. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഷുവറാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഇതിൽ നിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് സ്പെസിഫിക് ഫ്യൂൽ കൺസപ്ഷൻ നോക്കാൻ വേണ്ടി മോസ്റ്റ് ടെസ്റ്റ്, ഹീറ്റ് ബാലൻസ് ടെസ്റ്റ്, റിട്ടാർഡേഷൻ ടെസ്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള. ഓക്കെ, സോ അത്രയാണ് നമുക്ക് മോഡ്യൂൾ 3 വരുന്നത്. ഇനി മോഡ്യൂൾ 4 എന്ന് പറയുന്ന നേരത്ത് കമ്പഷൻ ഓഫ് IC എഞ്ചിൻസ് ആണ്. അതിൽ നമുക്ക് അനാലിസിസ് ഓഫ് ഫ്യൂൽ കമ്പഷൻ വരുന്നുണ്ട്, എയർ ഫ്യൂൽ റേഷ്യോ, ഇക്വലൻസ് റേഷ്യോ, അതേപോലെ എക്സസ് എയർ വരുന്നുണ്ട്. പിന്നെ കമ്പഷൻ ഫിനോമിന ഇൻ SI എഞ്ചിൻസ്, ഇഗ്നിഷൻ ലിമിറ്റ്, സ്റ്റേജസ് ഓഫ് കമ്പഷൻ ഇൻ SI എഞ്ചിൻസ്, ഇഗ്നിഷൻ ലാഗ്, വെലോസിറ്റി ഓഫ് ഫ്ലെയിം പ്രൊപ്പഗേഷൻ വരുന്നുണ്ട്, ഓട്ടോ ഇഗ്നിഷൻ, ഡിറ്റോണേഷൻ, തിയറി ഓഫ് ഡിറ്റോണേഷൻ, ഇതൊക്കെ SI എഞ്ചിൻസിൻ്റെ വരുന്നുണ്ട്. അതേപോലെ തന്നെ CI എഞ്ചിൻസിൽ അല്ലെ ഡിലേ പീരീഡ്, വേരിയബിൾസ് അഫക്റ്റിംഗ് ഡിലേ പീരീഡ്, നോക്കിംഗ് ഇൻ CI എഞ്ചിൻ, CTEIN, CI എഞ്ചിൻ, കറസ്പോണ്ടിങ് മെത്തേഡ്സ് ഓഫ് എമിഷൻ. അപ്പോൾ ഇതിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഇല്ല, തിയറി ക്വസ്റ്റ്യൻസ്. ഇതിപ്പോൾ സിലബസ് വായിച്ചപ്പോൾ തന്നെ കാണാം ബഞ്ച് ഓഫ് ടോപ്പിക്സ് ഉണ്ടായി. അതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ഒരു തിയറി ചോദിക്കാവുന്നതല്ലേ. ഇന്നതെന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ ഡിഫിക്കൽട്ടാണ്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. നോക്കിംഗ് ആവട്ടെ, ഫ്ലെയിം പ്രൊപ്പഗേഷൻ ആവട്ടെ, കമ്പഷൻ ഓഫ് SI എഞ്ചിൻസിൽ സ്റ്റേജസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് വേണം എനിക്ക് എടുത്തു പറയാം. സ്റ്റേജസ് ഓഫ് കമ്പഷൻ ഇൻ SIയും അതേപോലെ സ്റ്റേജസ് ഓഫ് കമ്പഷൻ ഇൻ CIയും പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളതാണ്. 2019 സ്കീം ആവട്ടെ, അതിന് മുമ്പത്തെ സ്കീം ആവട്ടെ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ എയർ പൊല്യൂട്ടൻസ് ഇല്ലെ, പൊല്യൂഷൻ ഇൻ SI CI എഞ്ചിൻ, അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. മെത്തേഡ് ഓഫ് എമിഷൻ കൺട്രോൾ, അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു മോഡ്യൂൾ 4 സിലബസ് നമ്മൾ നോക്കാൻ നേരത്ത് തിയറി ക്വസ്റ്റ്യൻസ് മാത്രം വന്നുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് എയിലും പാർട്ട് ബിയിലും തിയറി ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ക്ലിയർ? അപ്പോൾ മൊത്തത്തിൽ ഇത് സിമ്പിളാണ്. മോഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ സിമ്പിളാണല്ലേ. ചിലവർക്കൊക്കെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ മോഡ്യൂൾ 4 നോക്കാൻ നേരത്ത് തിയറി ക്വസ്റ്റ്യൻസേ വരുള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ മോഡ്യൂൾ 4 എന്നൊരു നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ തിയറി എഴുതുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഡയഗ്രാംസോ ഇല്ലേ ഫിഗേഴ്സോ അതൊക്കെ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്ക് കൂടുതൽ കിട്ടാൻ. ചുമ്മാ വേഡിങ്സ് പാരഗ്രാഫ് മാത്രം എഴുതി വിടാണ്ട് എന്തെങ്കിലും ബ്ലോക്ക് ഡയഗ്രാംസോ കൺസെപ്റ്റ് വൈസോ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയതായിട്ടൊന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ വാല്യൂ ചെയ്യുന്നവർ കുറച്ചും കൂടി ഇല്ല പെട്ടെന്ന് മാർക്ക് ഇടാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, ഇനി മോഡ്യൂൾ 5ലേക്ക് നമുക്ക് പോവാം. മോഡ്യൂൾ 5 ബേസിക്കലി റെഫ്രിജറേഷൻ ആണ്. റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ വരുന്നുണ്ട്, എയർ റെഫ്രിജറേഷൻ സിസ്റ്റം, റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ, വേപ്പർ കംപ്രഷൻ സിസ്റ്റം വരുന്നുണ്ട്, അതേപോലെ സൈക്കോമെട്രിക് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്, സൈക്കോമെട്രിക് പ്രോസസ്സ് വരുന്നുണ്ട്, പിന്നെ ഹ്യൂമൻ കംഫോർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മോഡ്യൂൾ 5 നമ്മൾ നോക്കാൻ നേരത്ത് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നിന്നൊരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. COP കണ്ടുപിടിക്കുക, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. പാർട്ട് ബിയിലെ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് COP ആണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച പ്രോബ്ലംസ് അതർ ദാൻ ആ റെഫ്രിജറേഷൻ്റെ ഒക്കെ ഒരുപാട് രജപുത്തിൻ്റെ അല്ലെ സെങ്കലിൻ്റെയൊക്കെ ബുക്സ് ഉണ്ട്. അതിലായാലും COP കണ്ടുപിടിക്കുന്ന പല ടൈപ്പ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയും. T1 T2 വന്നിട്ടുണ്ടാവും. ഇല്ലേ അതിൽ നിന്ന് COP കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫറിലേക്ക് പോവുക, ഇല്ലേ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. തിരിച്ചും മറിച്ചും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ക്ലിയർ? വർക്ക് വന്നിട്ട് ചിലപ്പോൾ COPയിലേക്ക് കണക്ട് ചെയ്യുക, ഇല്ല ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നിട്ട് കണക്ട് ചെയ്യുക, ഹീറ്റ് ട്രാൻസ്ഫർ വന്നിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം റെഫ്രിജറേഷൻ്റെ ടോപ്പിക്കിൽ നിന്ന്. അതിൻ്റെ TS വേപ്പർ ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് പാർട്ട് ബിയിൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഫിഗർ TS PH ഡയഗ്രം വരക്കാൻ അറിയണം. ഇനി അതേപോലെ തന്നെ അതിലെന്തെങ്കിലും ആഡ് ചെയ്താൽ TS ഡയഗ്രത്തിന് എന്ത് സംഭവിക്കും, ഇല്ലേ കണ്ടൻസർ പ്രഷർ ഇല്ലേ ഇവാപറേറ്റർ പ്രഷറൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അങ്ങനത്തെ ക്വസ്റ്റ്യൻ തിയറിയിൽ എക്സ്പെക്ട് ചെയ്യാം. അതാണ് ആ ഒരു ഫസ്റ്റ് സെക്ഷനിൽ.
അതാണ് ഇവിടെ മെത്തേഡ്സ് ഓഫ് ഇംപ്രൂവിങ് COP എന്ന് പറഞ്ഞ കേസ് തന്നെ. സൂപ്പർ ഹീറ്റിംഗ്, അണ്ടർ കൂളിംഗ്, ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, തിയറി. പിന്നെ ഒന്നാണ് സൈക്കോമെട്രിക് പ്രോസസ്സ്. അതിൽ പാർട്ട് എയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോമെട്രിക് പ്രോസസ്സ്, പല ടൈപ്പ് സൈക്കോമെട്രി അല്ലേ, സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ കൂളിംഗ്, ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഹ്യൂമിഡിഫൈങ്, ഒരു 5 എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ അവിടെ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്, ബൈപ്പാസ് ഫാക്ടർ ബേസ് ചെയ്തിട്ട്. ഓക്കെ, പിന്നെ ഹ്യൂമൻ കംഫോർട്ട്, സമ്മർ എയർ കണ്ടീഷനിങ്, വിൻ്റർ ആണ്, അത് തിയറി ക്വസ്റ്റ്യനിൽ വരാവുന്നതാണ്. അപ്പോൾ മൊഡ്യൂൾ 5 ഇത്രയും ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ക്ലിയർ? സോ തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ 5 മോഡ്യൂളിലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. അപ്പോൾ അല്ലേ, നിങ്ങൾക്കറിയാം ഇതൊരു എക്സാം എന്ന് പറയുമ്പോഴേക്കും ഏത് പോയിന്റ് ഓഫ് വ്യൂ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ബട്ട് സ്റ്റിൽ ഈ ഒരു ടോപ്പിക്സ് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യുക, അതിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസസ് എന്താ കൂടുതലാണ്. സോ ഇനി മറ്റൊരു സെഷനിൽ കാണാം. ടിൽ ദെൻ, താങ്ക് യു.